ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മിക്ക് ചാനലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുട്ടുപൊടി വെച്ച് വളരെ സിമ്പിളായ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആട്ടോ ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. 250 ml കപ്പിൽ 1 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊരു പുട്ടുപൊടിയാണേലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് എത്രയാണ് നമ്മൾ പുട്ടുപൊടി എടുത്തത് അതിൻ്റെ പകുതി മാത്രം മൈദ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മൈദ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ പകരം ഗോതമ്പ് പൊടി യൂസ് ആക്കാവുന്നതാണ് കേട്ടോ. ഇനി അതേ കപ്പിൽ തന്നെ 250 ml കപ്പിൽ തന്നെ നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി നോക്കുക. മിക്സാക്കി നോക്കുന്ന സമയത്ത് നനയാതെ ബാക്കിയുണ്ടെങ്കിൽ അല്പം വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. കൂടുതൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം ഒന്ന് മിക്സാക്കുമ്പോൾ ഒരല്പം വെള്ളത്തിൻ്റെ കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതേ കപ്പിൽ തന്നെ 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ജസ്റ്റ് എല്ലാം പാടെ ഒന്ന് മിക്സാക്കിയിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിവിടെ അടച്ചു വെക്കാം. അപ്പം നമ്മൾ ഇത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് ഈ വെള്ളമൊക്കെ നമ്മുടെ പുട്ടുപൊടി വലിച്ചു കുടിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു 10 മിനിറ്റ് റെസ്റ്റിന് വേണ്ടിയിട്ട് വെക്കുന്നത് കേട്ടോ. ഇത് നമുക്കിവിടെ അടച്ച് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ എടുക്കുന്നത് മധുരത്തിന് ആവശ്യമായ ശർക്കരയാണ്. ഞാനൊരു 2.5 കട്ട ശർക്കര എടുക്കുന്നുണ്ട് കേട്ടോ. 2 കട്ടയും പിന്നെ ഒരു പകുതി ഭാഗം തന്നെ ഉള്ളൂ, ഒരു 2.5 കട്ട. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇത് പാകത്തിനുള്ള മധുരം ഉണ്ടാവും. കൂടുതൽ മധുരം വേണമെങ്കിൽ ഒരു 3 എണ്ണം തന്നെ എടുത്തോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് 250 ml കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഇപ്പം നിങ്ങൾക്ക് 1 കപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു ഗ്ലാസ്സാണ് അളവിലായിട്ട് എടുക്കുന്നതെങ്കിൽ ആ ഗ്ലാസ് തന്നെ എല്ലാത്തിനും അളവാക്കി എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ശർക്കര പാനിയൊക്കെ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം കേട്ടോ. നല്ല തിളച്ചപാട് അത് ഒഴിക്കാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് ചൂടാകണം. നമ്മുടെ വിരലിട്ട് നോക്കുന്ന സമയത്ത് പാകത്തുള്ള ചൂട് നമുക്ക് കയ്യിൽ എന്താ പറയുക തൊട്ട് നോക്കുമ്പോൾ പൊള്ളാത്ത രീതിയിലുള്ളൊരു ചൂട് അത്ര മാത്രമേ ഉള്ളൂ ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മുടെ പുട്ടുപൊടിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. 3/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി നോക്കാം. എന്നിട്ട് ബാക്കിയുള്ളത് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ ഇത് പുട്ടുപൊടി കുറച്ച് വെള്ളം 1 കപ്പ് വെള്ളമല്ലേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് കട്ടയായിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുക. അപ്പം നമുക്ക് ഇതൊന്ന് ഉടച്ചെടുക്കണം. എന്താ പറയുക, അത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ കട്ടകളുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒരു 1/4 കപ്പ് ശർക്കരപ്പാനിയുടെ മാറ്റി വെച്ചിട്ടുണ്ട്. മിക്സിയിൽ അടിക്കുന്ന നേരത്ത് കുറച്ച് നമ്മൾ അടിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വേണമെന്ന് തോന്നിയാൽ അപ്പം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾ എടുക്കുന്ന പുട്ടുപൊടി വെള്ളം കുടിക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ ശർക്കരപ്പാനിയുടെ അളവ് വരിക. ശർക്കരപ്പാനി ഒഴിച്ചിട്ട് നിങ്ങൾക്ക് പിന്നെയും വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കട്ടയായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ബാക്കിയുള്ള 1/4 കപ്പ് ശർക്കരപ്പാനി കൂടെ ഒഴിച്ചിട്ടാണ് ഒന്ന് അടിച്ചെടുത്തത്. ആദ്യം അടിച്ചപ്പോൾ കുറച്ച് ഒരു ടൈറ്റായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊരു ബൗളിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 2-3 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂൺ വരുന്ന തേങ്ങയുടെ കൊത്ത് ചേർക്കുന്നുണ്ട്. വറുക്കാതെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിൽ അല്പം വറുത്തിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 2 പിഞ്ച് അപ്പസോഡ കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കുന്നതുകൊണ്ടാണ് അപ്പസോഡ, അതായത് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങളൊരു 3-4 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ ഈ ബേക്കിംഗ് സോഡ അവോയ്ഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് അത് ഉണ്ടാവേണ്ടത്, മാവ് ബാറ്റർ ഉണ്ടാവേണ്ടത്. ഒരുപാട് അങ്ങ് ലൂസായി പോകരുത്, എന്നാൽ ഒരുപാട് അങ്ങോട്ട് കട്ടിയായി പോകരുത് കേട്ടോ. അപ്പോൾ ഇതൊരു ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാവുന്നതാണ്. എണ്ണ ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായി ചൂടായി വന്നാൽ നമുക്ക് മാവ് 3/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പ് ആവുന്നവർക്ക് തീർച്ചയായിട്ടും പുട്ടുപൊടി വെച്ച് ഉണ്ടാക്കി നോക്കിക്കോ. ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. നല്ല ആരെടുത്തിട്ടുള്ള നല്ല ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു അടിപൊളി ഉണ്ണിയപ്പമാണ്. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പെട്ടെന്ന് തന്നെ നമുക്ക് എന്താ പറയുക, നമ്മളൊരു 10 മിനിറ്റ് ഈ ഒരു പുട്ടുപൊടി സോക്ക് ചെയ്യുന്ന സമയം മാത്രമേ ഉള്ളൂ. നമ്മൾ ശർക്കരപ്പാനി മെൽറ്റാകുന്ന സമയം മാത്രം വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊരു അടിപൊളി ഉണ്ണിയപ്പം കഴിക്കണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തയ്യാറാക്കി എടുക്കാം. അതും പുട്ടുപൊടി വെച്ചിട്ടാണ്. നമ്മൾ അരി അരക്കോ അരി പുതിർക്കോ ഒന്നും വേണ്ട, അരിപ്പൊടി ഒന്നും വേണ്ട. അപ്പോൾ പുട്ടുപൊടി അതുപോലെ തന്നെ അല്പം മൈദ അല്ലെങ്കിൽ പകരം ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന അടിപൊളി ഉണ്ണിയപ്പമാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും റെഡിയാക്കി നോക്കിക്കൊണ്ട് കേട്ടോ നിങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടമാകുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 ഭാഗവും ആയതിനു ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം.
ഒരുപാട് ഇങ്ങനെ മൊരിഞ്ഞിങ്ങനെ കറുത്ത് വരാനൊന്നും നിൽക്കണ്ട കേട്ടോ. രണ്ട് ഭാഗം ഒന്ന് കുക്കായി കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ പുട്ടുപൊടിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ വേഗം തയ്യാറാക്കി നോക്കിക്കോ, എല്ലാവർക്കും ഇഷ്ടമാകും. എന്നിട്ട് അഭിപ്രായം അറിയിക്കാനും മറക്കരുതേ. ഒരുപാട് കുക്കിംഗ് ടൈമൊന്നും ഇല്ല കേട്ടോ, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അടുത്ത ബാച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമുക്ക് മുഴുവനും ഇതേപോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. എണ്ണ ഒരുപാട് ചൂടായി പോയിട്ടുണ്ടെങ്കിൽ അല്പം ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചോളൂ കേട്ടോ. അപ്പോൾ അത് മുഴുവൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല ചൂടാണ് കേട്ടോ, ചൂടാറിയിട്ട് നിങ്ങൾ എടുത്താൽ മതി. നന്നായിട്ട് ആവി പാറുന്നുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോയെന്നറിയില്ല. തേങ്ങ നമ്മൾ വറുക്കാതെ ചേർത്തുകൊണ്ടാണ് വെളുത്ത കളർ കിടക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വറുത്തിട്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുട്ടുപൊടി കൊണ്ടുള്ള ഈ ഒരു ഉണ്ണിയപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക, ലൈക്കും ചെയ്യാം കേട്ടോ. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.